തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. UDF അധികാരത്തിൽ വന്നാൽ ലോട്ടറി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിയമം കൊണ്ടുവന്ന സമ്മാനഘടനയിൽ മാറ്റം വരുത്തുമെന്നും ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഇടതു സർക്കാർ നിർത്തിവെച്ച കാരുണ്യ ലോട്ടറി തിരിച്ചു കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോട്ടറി മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുക, ലോട്ടറി കുത്തകവൽക്കരിക്കാനുള്ള നീക്കം തടയുക, സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3% താഴെ മാത്രമുള്ള സമ്മാനഘടനയെ 10% പരിഷ്കരിച്ചാൽ മാത്രമേ ഈ മേഖലയെ ജനവൽക്കരിക്കുവാൻ കഴിയുകയുള്ളൂ. ലോട്ടറി മേഖലയെ തകർക്കുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോട്ടറിയുടെ സമ്മാനഘടന പരിഷ്കരിക്കണം. സമ്മാനഘടന ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് 3% താഴെയുള്ളവർക്ക് മാത്രമാണ് കിട്ടുന്നത്. 10% വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മാനഘടന പരിഷ്കരിച്ചാൽ മാത്രമാണ് ലോട്ടറിയെ നമുക്ക് ജനകീയവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോ ഭവന പദ്ധതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംഘടന ആദ്യമായി ആവശ്യപ്പെട്ട കാര്യമാണ്. ജീവനക്കാർക്ക് ജാഥയുടെ ഒരു ആവശ്യമായിരുന്നു. അതൊക്കെ നടക്കട്ടെ, അതെല്ലാം നല്ല കാര്യം. പക്ഷേ ഇവർ ഈ ലോട്ടറിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അധിക സമയമൊന്നുമില്ലത് തീരാറായി ഈ സർക്കാരിന്റെ സമയം. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ സ്കീം നമ്മൾ നടപ്പാക്കും. കാരുണ്യ ലോട്ടറി. 2, നമ്മൾ ഇതിന്റെ സമ്മാനഘടന നമ്മൾ പരിഷ്കരിക്കും. സമ്മാനഘടന ഒരു 10% വരെ സമ്മാനം കിട്ടുന്ന തരത്തിൽ സമ്മാനഘടന പൂർണ്ണമായി പരിഷ്കരിക്കും. 3, ലോട്ടറി സെല്ലേഴ്സിന്റെയും ഏജന്റുമാരുടെയും സുരക്ഷിതത്വം, അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ നടപടികൾ, ക്ഷേമ പരിപാടികൾ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും. കേരളത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു മുഖ്യമായ പരിഗണന ഈ വിഭാഗത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് UDF ഗവൺമെന്റ് നൽകുക തന്നെ ചെയ്യും. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടിക്കറ്റ് ഇവിടെ നിന്ന് പുറത്തേക്കും പോവില്ല, വേറൊരു ടിക്കറ്റും പുറത്തുനിന്ന് ഇങ്ങോട്ട് അകത്തേക്കും വരില്ല എന്നതിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. MM ഹസൻ, ലജീവ് വിജയൻ, ജെയിംസ് അധികാരം, KC പ്രീത്, അഡ്വക്കേറ്റ് K ശിവരാമൻ, ഭരതൻ പരപ്പനങ്ങാടി, അഹമ്മദ് ഖാൻ, അമീർ കോഴിക്കോട്, ഭാസ്കരൻ പുല്ലാണി, ഹംസ പുത്തൂർ, സുബേർ വയനാട്, KT രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.